ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ബട്ടർ ചിക്കനാണത്, ഇതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഈ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ഒന്ന് ലൈക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള എങ്ങനെയാണെന്നുള്ള റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഇങ്ങനെ ബോൺലെസ് ആണ് വേണ്ടത്, പക്ഷെ ഞാൻ ബോൺസ് ആയിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതിട്ടിട്ട്, പിന്നെ കാശ്മീരി മുളക് പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ നമ്മളെ ലെമൺ ഉണ്ടല്ലോ അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് നമ്മുടെ ഒരു കുറച്ച് സമയമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴുള്ള കണക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊന്ന് കുറച്ച് സമയം വെക്കുന്നുണ്ട്. കാര്യം എനിക്ക് ഇങ്ങനത്തെ കുക്കിങ്ങിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ എനിക്ക് ഗ്യാപ്പ് കിട്ടുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. മറ്റേത് നമ്മുടെ നോർമലായിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ എൻ്റെ അമ്മ എപ്പോഴും പറയും, മീൻ കറി വെക്കുകയാണെങ്കിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് തിളച്ച് വരുമ്പോഴത്തേനും മീനിടണം. അതുപോലെ കുമ്പളോ അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തിളയ്ക്കുമ്പോഴത്തേനും തേങ്ങ അരച്ചിട്ട് ഒഴിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇവരുടെ ഇടയിൽ നിന്ന് അതൊന്നും നടക്കൂല. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ എനിക്ക് ഗ്യാപ്പ് കിട്ടും, ഓരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതേ സമയം തന്നെ ഞാൻ ഇതിലേക്ക് ബട്ടർ നാനാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞാൻ വീണ്ടും വന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പാൻ എടുത്തിട്ട് ബട്ടറിലാണ് കേട്ടോ. അതറിയാലോ അല്ലേ, ബട്ടർ ചിക്കൻ ബട്ടറിലല്ലാണ്ട് പിന്നെ എന്തില്ലേ. അപ്പോൾ ബട്ടർ നാനും എന്താ പറയുക ഞാനാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡോവാണ് കേട്ടോ കാണണത്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബട്ടർ നാനിൻ്റെ മാവും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാറുണ്ട് കേട്ടോ. എന്താന്ന് അറിയാൻ പാടില്ല, അത് കുഴക്കൽ റെഡി ആവാഞ്ഞിട്ടാണോ എന്തോ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കുറഞ്ഞു പോയതുകൊണ്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അത് വല്ലാണ്ട് അങ്ങോട്ടൊന്നും ശരിയായിട്ടില്ല. എനിക്ക് കഴിച്ചപ്പം തോന്നിയത് കുഴക്കൽ കുറഞ്ഞ പോലെയാണ് കേട്ടോ. എനിക്കൊരു എന്താ പറയുക, നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ് അല്ലാത്ത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നൂലേ, അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കനൊക്കെയുള്ള ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാനെന്താ കരുതിയത്, അത് കഴിയുമ്പോൾ ബട്ടർ കഴിയുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചിക്കന് ഇട്ടിട്ട് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് വേണമെങ്കിൽ പിന്നെയും ബട്ടർ ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ ബാക്കി എടുത്ത് വെക്കാട്ടാ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഡീപ്പായിട്ട് ഫ്രൈ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേവായിട്ട് കിട്ടിയാൽ മതിയാവും. മീൻസ് മൊരിഞ്ഞിട്ട് കിട്ടണ്ട കേട്ടോ. ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അതിന് ഇടയിൽ വന്നിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ സെയിം പാനിൽ തന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് അതേ സെയിം പാനിൽ തന്നെ ആ ബട്ടറിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് എടുക്കാനുണ്ട്. ബട്ടർ ചിക്കനൊക്കെയുള്ള ഗ്രേവി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഉള്ളി, ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നമ്മുടെ ആളുകൾക്കനുസരിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റിമറിച്ചും, അതൊരു കിച്ചണിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഏറെക്കുറെ അറിയുണ്ടാവുമല്ലോ നമ്മളെ വീട്ടിലത്തെ ഒരു കണക്ക്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. കൂടാതെ കുറച്ചും കൂടെ ഒരു നേരത്തെ മാറ്റി വെച്ചിരുന്ന ബട്ടർ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇത് നല്ലോണം വഴന്ന് കിട്ടുമ്പോൾ ഒരു 10-15 ആണെങ്കിൽ കാഷ്യൂനട്ട് എടുത്തിട്ട് അതും കൂടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങനെ കരിയ അല്ലെങ്കിൽ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ പിന്നെ ഒരു ജ്യൂസി ആയിട്ട് അങ്ങനെ ഉള്ളി കിടന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മളെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടോ. ഇതിൻ്റെ കളറ് കിട്ടുന്നത് അതിൽ നിന്നാണ്. ബട്ടർ ചിക്കനുള്ള കളറ് റെഡ് ചില്ലിയിൽ നിന്നും ഇതുപോലെ ടൊമാറ്റോയിൽ നിന്നും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ ഞാൻ അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളൂ, വല്ലാണ്ട് അതിൻ്റെ ഫ്ലേവറൊന്നും കുത്തണ്ടെന്ന് കരുതിയിട്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വിനാഗിരി, അതും നമ്മൾ തക്കാളിയുടെ ഒക്കെ പുളിക്കനുസരിച്ചിട്ടും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ വിനാഗിരിയും കൂടെ നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഉപ്പും നമ്മൾ ചിക്കനിൽ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിലും നോക്കിയിട്ട് ചെയ്തിരുന്നാൽ മതിയാവും. ഇനിയിപ്പോൾ എല്ലാതും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചാൽ മതിയാവും. കാര്യം തക്കാളിയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പരത്തിയെടുത്തിട്ട് ചുട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഞാനൊക്കെ അല്ലേ, ഞാൻ ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ വന്ന് കഴിഞ്ഞിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യലുള്ളൂ. അപ്പോൾ ഞാനത് ഓർമ്മ വന്നിട്ട് ഞാനൊന്ന് വിളിച്ചു നോക്കിയത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരെണ്ണം ചുട്ട് കഴിഞ്ഞിരുന്നു, ബാക്കിയൊക്കെ പരത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 4 ആക്കിയിട്ടുള്ളായിരുന്നു, അത് മതിയല്ലോ നമുക്ക്. പക്ഷെങ്കിൽ അതുകൊണ്ടൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല, ഞാൻ ഓരോ എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയൊക്കെ മാറ്റി വെക്കലായിരുന്നു കേട്ടോ. ഇതേ സമയം തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ അവിടെ കിടന്നിട്ട് സ്ലോവിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് ഞാൻ ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്കത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് നല്ല ഇതിൽ അരച്ചെടുത്തിട്ടുണ്ട്. സെയിം പാനിലേക്ക് തന്നെ അത് ഒഴിച്ചിട്ട് പിന്നെ ഞാനത് റെഡിയാക്കിയിട്ടോ. അപ്പോൾ അത് പിന്നെ ഒന്ന് നമ്മൾ തീ കത്തിച്ചിട്ട് അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ അതിലേക്ക് ഇടുക കേട്ടോ, ഗ്രേവിയിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ ചെയ്തിരുന്നാൽ മതിയാവും. എനിക്ക് വല്ലാണ്ട് ഇക്കക്ക് തക്കാളിയുടെ ഒരു ഇതൊന്നും ഇഷ്ടമില്ല, അതാണ് കേട്ടോ ഞാനതൊക്കെ കുറച്ചിട്ടെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണ് ഫ്രഷ് ക്രീം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ കുറച്ചും കൂടെ ബട്ടറും കൂടെ ചേർക്കുന്നു, ഒരു പൊടിക്കൊരു കഷ്ണം അതിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് തിളച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ മൊത്തം മാറ്റുന്ന സംഭവമാണ് നമ്മുടെ കസൂരി മേത്തി എന്ന് പറയുന്ന സംഭവം. നമ്മുടെ ഉലുവയുടെ ഇലയാണ് കേട്ടോ ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നൊന്ന് ഇതാവാൻ, കാരണം ഡ്രൈ ആയിട്ട് കിടക്കുന്ന സംഭവമല്ലേ, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ സേവ് ചെയ്യുക, കഴിക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ കാത്തിരുന്നിട്ട് ഇതാ വന്നിട്ടുണ്ട്. മല്ലിച്ചപ്പ കൊണ്ടിട്ടുണ്ടല്ലോ, ചായ അല്ല അല്ല നിങ്ങൾ ഡയറ്റ് ഭയങ്കര കംപ്ലൈന്റ് ഉണ്ടല്ലേ, ബഹിഷ്കരിച്ചു.
ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വം ഒന്ന് പറഞ്ഞു മനസ്സിലായി. അങ്ങനെ പറയല്ലേ. തമാശ. നിഷ്കളങ്കരായ ഈമാൻ കയറിയല്ലേ. ഇതാ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. നല്ല സന്തോഷം. സത്യം ഞാൻ ക്യാമറ ഓഫ് ആക്കി. ഇനി പറയും സത്യം. ഒരു ക്യാമറ കറി ഇതൊന്നും നന്നാണ്ട്. ഞാനല്ല ഇത് ഞാനാ. ഞാൻ മറ്റേ ഹൈദരാബാദിലെ ഇവരൊക്കെ എന്തൊക്കെയാ മറ്റേ കുളിച്ചൊന്നല്ല അല്ല മലയാളി കുളിച്ച കേട്ടോ കരിക്കും. ബട്ടർ നാൻ കാണിക്ക വീഡിയോ ചാണ്ടായി കൊന്നു കിട്ടും. ചായാണോ എന്തായിക്ക അഭിപ്രായം പറയണ്ടേ. ഇതിന്റെ മുന്നേ ഓക്കെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ വളർന്നു ഇനി പല സത്യങ്ങളും പുറത്തേക്ക് വരും. അതിന് മുന്നേ കൈ കഴുകട്ടെ. അല്ലെ അടിപൊളിയായിരുന്നു. അതെന്തായിരുന്നു സത്യമായിട്ടും നല്ല അല്ലെങ്കിൽ ഞാനത് പറഞ്ഞില്ലേ ബട്ടർ നാൻ ഒന്നും കൂടി നന്നാണ്ട്. കുളിച്ച അങ്ങനെ ഉണ്ടോ ശരിക്കും റെസിപ്പി? എനിക്ക് അറിയാൻ പാടില്ല. കരിക്കല് പറഞ്ഞിട്ടില്ലേ മുതലാളി കുളിച്ചോന്ന് ചോദിക്കല്ലേ. എടാ ഞാൻ കുളിച്ചു, നീ കുളിച്ചോ? വിളിച്ചിട്ട് അതല്ല മുതലാളി കുളിച്ച നിങ്ങളവിടെ നിറം വെച്ചിട്ടേ മുടി അടക്കം നിറം വെച്ചു. വൈറ്റല്ലേ? പണ്ടൊക്കെ കുട്ടികൾ ജനിക്കണ സമയത്ത് വെള്ള കളർ, പിന്നെ അങ്ങനെ കറുപ്പ്. നമ്മൾ ജനിച്ചപ്പോ കറുപ്പ്, പിന്നെ വെളുത്ത് വരും. ആരോട് പറഞ്ഞാലും ഇനി പിടിച്ചിക്കാൻ പറ്റൂല. 19 കിഡ്സ് ആണ് എപ്പോഴും ഉണ്ടാൻ പറ്റാത്തൊരു കോലത്തിലായി. ആ ലിഫ്റ്റിലൊക്കെ നല്ല പോകുമ്പോളേ അങ്ങനെ മിറർമാരി ഇങ്ങനെ കാണുമ്പോളേ പടച്ചോനെ കഴിഞ്ഞാലോന്ന് ഇനി എപ്പ വേണമെങ്കിലും വിളിക്കുക എന്നുള്ള നിരക്ക നമ്മളെ നടത്തം. ഇതൊക്കെ എപ്പോ വേണം വിളിക്കുക. അതങ്ങനെ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആകുമ്പോ ചിന്ത വരും, കുട്ടികളെ ചിന്ത. നാലോചൊക്കെ ഞാൻ 2017 ഗൾഫ് നിർത്തി നാട്ടിലോ 6-7 കൊല്ലം അടിച്ചു പൊളിച്ച് ആലോചിച്ചു. 2020 വരെ ഗാലറിയിലുള്ള ഫോട്ടോസ് നോക്കിയാണ് നിങ്ങള്? ഞാൻ ഇന്നലെ കുറച്ചേരം എന്റെ റെഡ് പോളോന്ന് ചാരിക്കണ ഫോട്ടോ നോക്കി കുറച്ചേരം ഞാൻ അതൊക്കെ 20-ലുള്ളതാണ്. താടി ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ മുതലാളി കുലിച്ച ഡയറ്റിൽ നിങ്ങൾ വന്നാ മതിയല്ലോ. പോകുമ്പോ പറയും ഓട്സ് ഞാൻ കഴിക്കും, അത് കഴിക്കും, മധുരം വേണ്ട. പോകുമ്പോ ഡയറ്റിൽ പോകും, വരുമ്പോഴുള്ള അവസ്ഥ തന്നെ. നാളെ ഞാൻ എന്താ ഡയറ്റാട്ടോ ലേറ്റ് ഡയറ്റ് മതി. എപ്പോഴും പറയും നിങ്ങൾക്ക് ഡയറ്റ് ഒന്നും പറ്റൂല. നിങ്ങളെ ഇതിനുണ്ടല്ലോ വിശന്ന് കഴിഞ്ഞാൽ ഞാനല്ലേ ഉണ്ടാവും എന്നറിയണ മാതിരി. നമ്മള് ടൈമിങ്ങിന് ഭക്ഷണം അതാണ് പ്രശ്നമല്ല. ഇപ്പൊ വയറ് നിറഞ്ഞതിന്റെ പ്രശ്നം അതുമല്ല. 19 കിഡ്സ് ആണ് ഇപ്പൊ എവിടെയും ഉണ്ടോ. ഷുഹൈബിന് 3, റബീലിന് 2, ഒന്നിന് എത്ര വയസ്സായതാ പറഞ്ഞത്? 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലായി പറഞ്ഞത്. റബീലിന്റെ ചെറുക്കനെ. ഷുഹൈബിന് 3 കുട്ടികളായി. ഷാഫിക്ക് പിന്നെ എന്റെ മുന്നേ ഓനൊന്നും 19s പെട്ടായിരുന്നു. അവനെ ഒഴിവാക്കാൻ കേക്കിനെ പിടിച്ചോ. എന്റെ കഥ ആലോചിച്ചു. ആ ഊട്ടിയും കൂടെയൊക്കെ ഞാൻ ബൈക്കുമ്പോ പോയി ആലോചിച്ചിട്ടേ ഇപ്പൊ ഉണ്ടാവും യൂണിക്കോണൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. നിങ്ങള് ബാക്ക് സീറ്റിൽ ഇരിക്കേണ്ടി വരും, മുന്നേ സീറ്റിൽ വയറ് വേണമല്ലോ. കളിയാക്കിക്കോ മോളെ, കളിയാക്കിക്കോ. ഞമ്മക്കൊരു കാലം ഉണ്ടാവും KSRTC ബൈക്ക് കൊണ്ട് പോയൊരു കാലം. പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു. പിന്നെ അതിപ്പോ അത് പറയണ്ടല്ലോ. ശരിയൊരു നിഷാജ് ഗൾഫിക്ക് പോവുക. നിഷാജ് പോളി പഠിച്ചുമ്പോ ഭയങ്കര മുടുക്കനെയാണ്. പകുതി വെച്ചൊന്ന് നിർത്തി. എനിക്കറിയാം എവിടെ എന്നിട്ട് എവിടെ ഒരു മുറിയില്ലേന്നാ അതിന്റെ ആ പാടൊന്നും എവിടൊക്കെ ഉണ്ടാവും ചെറിയാം.
അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പോകുന്നത്. ഷെബീർ ക്ലബില് ക്രിക്കറ്റ് ബാറ്റ്, ഷെയർ ക്ലബില് ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ വേണ്ടി പിരിവിട്ട പൈസ കൊണ്ട് പേഴ്സിന്റെ ഉള്ളിൽ തിരികെ പൈസ എന്നടിച്ച പൈസ വേണം കുട്ടിക്കോ. ഷാജിന്റെ പേര് വരെ ബോളിലാണ് ഓടി പഠിച്ചുമ്പോ ഞാനും അജ്മലും സന്ധ്യവും ഷെയറും ഷാജിനെ ഗൾഫിക്ക് യാത്രയാക്കിയിട്ട് അന്ന് ഷെയർ ഭയങ്കര നോണേന. അവന്റെ പൈസ ഇപ്പൊ കൊടുത്ത പൈസന്റെ ഉള്ളിൽ തിരികെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറെ ക്ലബ് തിരിച്ചു കിട്ടണല്ലോ. അതുപോലെ ഞങ്ങള് കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങള് കൊടുക്കൂല. അങ്ങനൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയി മളെ. ഇപ്പൊ പറയണ മാതിരി ഇപ്പൊ അതുകൊണ്ട് മാരാമംഗലം സ്കൂൾക്ക് നടന്നു പോയൊരു കഥ പറയണം. അപ്പൊ നമ്മള് ഒന്ന് മാറ്റി പിടിച്ചുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. ഞങ്ങളെ ജനറേഷൻ വന്നപ്പോ എന്തായി, ബൈക്കിലൊന്നും ഊട്ടി പോയ കഥയാണ്. ചെറിയ മാറ്റം നടന്നു പോയ കഥ ബസ്സിനായില്ല. ഞമ്മൾ എണ്ണടിച്ച കാര്യമില്ല. ഒക്കെ ദാരിദ്ര്യം തന്നെയാണ്. ഒക്കെ ദാരിദ്ര്യല്ലേ സംഗതി. എങ്ങനെ കഴിഞ്ഞാലും നല്ല ഏത് വണ്ടി എടുക്കണ്ടെന്ന് നമ്മൾ ആലോചിച്ച. ബട്ടർ നാൻ എന്തായാലും, ബട്ടർ ചിക്കൻ എന്തായാലും നീ അടുത്ത പ്രാവശ്യം ഞാൻ ഇത്ര കട്ടി വേണ്ടട്ടോ. അതെന്താ കാര്യം എന്ന് പറഞ്ഞിട്ടെ, ഞാന് ചുട്ട് കഴിഞ്ഞിട്ടല്ലേ, അല്ല ഫസ്റ്റത്തെ ചുട്ടു, എന്നിട്ട് ഞങ്ങൾക്ക് വിളിച്ചു വരുന്നുണ്ടോ വെച്ചിട്ട്, പിന്നെ അത് അങ്ങനെ വെച്ചില്ലേ, വരുത്തി കഴിഞ്ഞിട്ടാ വിളിച്ചത്. അപ്പൊ പിന്നെ ഒന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നന്നായിട്ടില്ല ഞാൻ പറയും, ലോകത്തോടെ വിളിച്ചു പറയും. കാരണം നന്നായി എന്ന് പറഞ്ഞാണ് മനസ്സിലായില്ല. ഞാനും ഉണ്ടാതിരിക്കും എന്തുണ്ടാക്കുമ്പോ വീഡിയോ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഏതൊരു നന്നായിട്ടില്ല ഞാൻ പറയും. കാരണം എന്താ, നന്നായി കൂടുന്നായിട്ട് അത് വീഡിയോയിലെങ്കിലും അറിയാതെ പറഞ്ഞ നാളത്തെ സാധനം നടക്കൂല. അല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് റെസിപ്പി ചോദിച്ചില്ല. ഇത്രയും ദിവസമായി മക്കളെ നിങ്ങൾ പോലെ വീഡിയോ കാണും. കാറ്റടിച്ച ഹിറ്റ് കാരണമായി 1-2 സബ്സ്ക്രൈബേഴ്സ് അപ്പോഴോ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കഷ്ടപ്പെടുന്ന എത്ര എന്റെ ഗിമ്പിലൊക്കെ തരാം കേട്ടോ. എന്തൊക്കെ എത്ര ദിവസമായി ഇവിടെ കൊണ്ടു വെച്ചിട്ട് ഞങ്ങളത് മറന്നു. അല്ല നിങ്ങളെ വെറും ആഡല്ലേ ഇപ്പൊ ചെയ്യണുള്ളൂ. ആഡ് ചെയ്യുമ്പോ പോസ്റ്റർ ഞാൻ ചോദിച്ചപ്പോ തന്നാ മതി. ഇനി എനിക്ക് ഇൻസ്റ്റാ 360 തന്നാല് ഒന്നും ഞാൻ കൈവിട്ടു. എനിക്ക് 1 TV ഉണ്ടല്ലോ, എനിക്കത് മതി, അത് പോതും. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും. പാവങ്ങളാണ്, ദാരിദ്ര്യത്തിനും ബുദ്ധിമുട്ട്. ഒരു സെർച്ച് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യൂല എന്നാണ് കണ്ടാലും. ഇനി പറഞ്ഞാലും ആരെങ്കിലും എനിക്കൊരു ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റാർ ആയാലും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തരായിരിക്കും. ഞങ്ങൾ 3 ആൾക്കാർ, ഞാനും ഷയാനും എമിനും മൃഷ്ടാനം ഭക്ഷണം കഴിച്ചപ്പോൾ യൂട്യൂബിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ആലോചിച്ചിട്ടെങ്കിലും ഇത് മുടങ്ങിയ ഞങ്ങൾ പട്ടിണി അത് ആലോചിച്ചിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഓക്കെ, അത്രേ പറയുള്ളൂ. അപ്പോ മാഷാഅല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഷെയർ കൂടി ചെയ്യുന്നു, സബ്സ്ക്രൈബ് മാത്രമല്ല. ബൈ. കമന്റ് വേണ്ട, കമന്റ്. അപ്പൊ ശരി, ടാറ്റാ.